ദൈവം അബ്രഹാത്തിന് നൽകിയ ഉടമ്പടി വാഗ്ദാനങ്ങളും അതിലെ ക്രിസ്തു ദർശനവുമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. 3 പ്രധാന അനുഗ്രഹങ്ങളാണ് ഉടമ്പടി വാഗ്ദാനങ്ങളായി ദൈവം അബ്രഹാത്തിന് നൽകിയത്. ഒന്ന്, വലിയൊരു ജനത. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഉൽപ്പത്തി 12:2. രണ്ടാമത്തെ അനുഗ്രഹം ഒരു ദേശം. ഉൽപ്പത്തി 15:5, 18. ആദത്തിന്റെ പാപം വഴി മനുഷ്യന് നഷ്ടമായ ദൈവത്തിന്റെ നഗരം പറുദീസ അബ്രഹാം എന്ന പുതിയ ആദത്തിൽ കൂടി വാഗ്ദാനം ചെയ്യപ്പെട്ടു. ദൈവ തിരുഹിതാനുസരണം സ്വന്തം നാടിനെയും ജനതയുമെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന അബ്രാമിന് സ്വന്തമായി ഒരു നാടും അസംഖ്യം സന്തതി പരമ്പരകളും ദൈവം വാഗ്ദാനം ചെയ്തു. ദൈവം നൽകിയ 3ാമത്തെ വാഗ്ദാനം സകലർക്കും അനുഗ്രഹം. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഉൽപ്പത്തി 12:3. യഥാർത്ഥത്തിൽ ഇത് സാർവത്രിക രക്ഷയെ സംബന്ധിച്ച പ്രവചനമാണ്. യേശുവിലൂടെ സംലഭ്യമായ സാർവത്രിക രക്ഷ. അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിലാണ് ഈ 3 വാഗ്ദാനങ്ങളും പൂർത്തിയായത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല തലമുറകളിലുമുള്ള വിശ്വാസികളിലൂടെയാണ് അബ്രഹാം വലിയൊരു ജനതയുടെ പിതാവായി തീർന്നത്. അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത രാജ്യം യേശുവിലൂടെ സംജാതമായ ദൈവരാജ്യമാണ്. ചുരുക്കത്തിൽ ദൈവം അബ്രാമിന് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നിറവേറിയത് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ഒരു പുത്രനിലൂടെയാണ്. ഉൽപ്പത്തി 17, 16, 19. ഈ ഒരു പുത്രൻ ഇസഹാക്കാണെങ്കിലും ഇസഹാക്ക് യേശുവിൻ്റെ പ്രതീകമാണ്. യേശുവിലൂടെയാണ് വാഗ്ദാനങ്ങൾ നിറവേറിയത്. അബ്രഹാമിന് ലഭിച്ച ഉടമ്പടി വാഗ്ദാനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പല പ്രാവശ്യം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തി 26:3, 28, 15. ഈ ഉടമ്പടി വാഗ്ദാനമായ ദൈവ സാന്നിധ്യത്തിന്റെ പൂർത്തീകരണമാണ് ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേലായ യേശുവിൽ നിറവേറിയത്. സ്വയം പ്രശസ്തി നേടാനായി ബാബേൽ പണിയാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടു. ഉൽപ്പത്തി 11. എന്നാൽ സ്വയം ശൂന്യവൽക്കരിച്ച് എല്ലാം പരിത്യജിക്കാനും ദൈവഹിതത്തെ പ്രതി സകലരാലും ഉപേക്ഷിക്കപ്പെടാനും മനസ്സുവെച്ച അബ്രഹാമിന്റെ പേര് ദൈവം മഹത്തമമാക്കി. ഇപ്രകാരം ഒരു വൈരുദ്ധ്യാത്മകതയുടെ വെല്ലുവിളി രക്ഷാകര പദ്ധതിയുടെ പാതയിലുണ്ട്. അതായത് സ്വയം തങ്ങളെ തന്നെ മഹത്വപ്പെടുത്താൻ നോക്കുന്നവർ പരാജയപ്പെടും. സ്വയം ശൂന്യവൽക്കരിച്ച് എല്ലാം പരിത്യജിക്കാനും ദൈവ തിരുഹിതത്തെ പ്രതി ശപിക്കപ്പെട്ടവൻ എന്നു പോലും എണ്ണപ്പെടാനും മനസ്സാകുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അവർ അനേകർക്ക് അനുഗ്രഹത്തിനുള്ള മാർഗമായി തീരുകയും ചെയ്യും.